നമസ്തേ സദാവത്സലേ മാതൃഭൂമി. നിയമസഭയിൽ RSS ഗണഗീതം പാടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഗണഗീതം പാടിയത്. ഇത് കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കുകയാണ് BJP. രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് BJP മനസ്സിലാക്കാൻ വേണ്ടി പാടിയത് എന്നാണ് DK ശിവകുമാറിന്റെ പ്രതികരണം. നമസ്തേ സദാവത്സലേ മാതൃഭൂമി. ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ DK ശിവകുമാറിനെതിരെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത്. അദ്ദേഹം ഈ ബംഗളൂരുവിലെ സ്റ്റേഡിയം അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ചില BJP നേതാക്കൾ RSS എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഗണഗീതം പാടുന്നത്. അതിന് പിന്നാലെ BJP നേതാക്കൾ തന്നെ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കോൺഗ്രസിനെതിരെ വലിയ പരിഹാസമൊക്കെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചത് കോൺഗ്രസ് നേതാക്കളൊക്കെയും വലിയ തോതിൽ വിമർശിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഇത്തരത്തിലുള്ളൊരു നിലപാട് RSS ഗണഗീതം പാടിക്കൊണ്ട് നിയമസഭയിൽ അദ്ദേഹം അത് പാടുന്നത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കം വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് BJP നേതാക്കൾ രംഗത്തെത്തി.